ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയാനാണ്. അതായത് നമ്മുടെ ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷ അതാ വന്നെത്തി. അപ്പോൾ പഠിക്കാൻ തുടങ്ങിയവർക്കും പഠിച്ചൊരു ഘട്ടം കഴിഞ്ഞവർക്കും എല്ലാവർക്കും ഉള്ള ഒരു സുവർണമായിട്ടുള്ള ഒരു പുതിയ ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോവാം, നമ്മുടെ ന്യൂസിലോട്ട് പോവാം. ഓക്കെ, എന്താണ്? യെസ്, ജൂനിയർ അക്കൗണ്ടന്റ് ക്രാഷ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. അതായത് നമ്മളിപ്പോ പഠിക്കാൻ തുടങ്ങിയ ആൾക്കാരുണ്ടാവും, ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്തവർ ആൾക്കാരുണ്ടാവും, അതേപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം റിവിഷൻ കഴിഞ്ഞ ആൾക്കാരുണ്ടാവും. ഇത്തരത്തിൽ പല മേഖലയിലുള്ള ആൾക്കാരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് എങ്ങനെയായിരിക്കും MCQs വരിക, ഓരോ ഏരിയയിൽ നിന്നും എത്രത്തോളം MCQ വരും, ആ ഓരോ MCQം എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് ആൻസറുകളാക്കി മാറ്റേണ്ടത്. അതായത് ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കല്ലേ, ആ ചോദ്യങ്ങൾ ആൻസറുകളാക്കി നമ്മളാണ് മാറ്റേണ്ടത്. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ പലർക്കും കണ്ടന്റ് നോളജ് നല്ല രീതിയിൽ ഉണ്ടാവും, പക്ഷെ കണ്ടന്റ് നോളജ് നല്ല രീതിയിൽ ഉണ്ടായിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ, റെഡിയാണ്. പക്ഷേ നമ്മൾ അവിടെ നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻ അല്ല നമുക്കുള്ളത്. എങ്ങനെയാണ്? ഡയറക്റ്റ് ആയിട്ടുള്ള MCQ ആണ്. അതുകൊണ്ട് തന്നെ ഈ MCQ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ, അതല്ലെങ്കിൽ MCQ ഒരുപാട് ഡിസ്കസ് ചെയ്യുക, MCQ ഉള്ള എക്സാമുകൾ എഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് കൂടുതൽ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് ഹെൽപ്ഫുൾ ആവുന്നത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഈ ഒരു ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് നയിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നതാണ് ഒരു ക്രാഷ് ബാച്ച്. എന്താണ് ഈ ക്രാഷ് ബാച്ച്? അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 25 ദിവസത്തില് ഓരോരോ മൊഡ്യൂളുകളും, അതായത് നമുക്ക് ടോട്ടൽ എത്രയാണ്? 10 മൊഡ്യൂളുകൾ അല്ലെ 10 യൂണിറ്റുകളാണ് നമുക്കുള്ളത് അല്ലെ. ഓരോരോ യൂണിറ്റിന്റെയും 1.5 മണിക്കൂർ വെച്ചുള്ള ലൈവ് സെഷൻസ്. 1.5 മണിക്കൂറുള്ള ലൈവ് സെഷൻസ്. അപ്പൊ ഈ 1.5 മണിക്കൂർ എന്തായിരിക്കും ഡിസ്കസ് ചെയ്യുക? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 എന്നിങ്ങനെ പറയുമ്പോൾ യൂണിറ്റ് 1ന്റെ 1.5 മണിക്കൂർ ലൈവ് സെഷൻ വരും. അവിടെ എന്താ ഡിസ്കസ് ചെയ്യുക? ഈ യൂണിറ്റ് 1മായി ബന്ധപ്പെട്ടുള്ള, അതായത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഏരിയയുടെയും MCQs ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിസ്കസ് ചെയ്യുക. അതേപോലെ യൂണിറ്റ് 2ന്റെ സമയത്തോ, യൂണിറ്റ് 2 എന്ന് പറയുമ്പോൾ യൂണിറ്റ് 2മായി ബന്ധപ്പെട്ടുള്ള MCQ, യൂണിറ്റ് 3 എന്ന് പറയുമ്പോൾ ആ യൂണിറ്റ് 3യുമായി ബന്ധപ്പെട്ടുള്ള MCQ എന്നിങ്ങനെ 10 മൊഡ്യൂളുകളുടെയും MCQ ഡിസ്കഷൻ ആണ് ഇവിടെ വരുന്നത്. അത് മാത്രം മതിയോ? അല്ല. 10 മൊഡ്യൂളിന്റെയും 1.5 മണിക്കൂർ വെച്ചുള്ള MCQ ഡിസ്കഷനും കൂടാതെ അതിന്റെ കൂടെ നിങ്ങൾക്ക് മോഡൽ എക്സാമുകൾ വരുന്നുണ്ട്. മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ ആപ്പ് ത്രൂ ആയിട്ടുള്ള മോഡൽ എക്സാമുകൾ വരുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് PSC നടത്തുന്ന മാതൃകയിലുള്ള OMR എക്സാമിനേഷനും അങ്ങനെയുള്ള ഒരു ബേസ്ഡ്, അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് ഒരു കോപ്പി ആയിട്ടുള്ള ഒരു OMR എക്സാമിനേഷൻ നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? നമുക്ക് 25 ദിവസമാണ് നമ്മളെ മുന്നിലുള്ള ടൈം ടേബിൾ ഞാൻ കാണിക്കാം. ആ 25 ദിവസത്തിലെ 10 മൊഡ്യൂളുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 10 മൊഡ്യൂളുകൾക്കും ഓരോരോ മൊഡ്യൂളിനും 1.5 മണിക്കൂർ വീതം ലൈവ് സെഷൻ. അതാ ലൈവ് സെഷനിൽ എന്തായിരിക്കും? ആ മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs ആയിരുന്നു ഡിസ്കസ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് നമ്മളെ ആപ്പ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാമുകൾ, അതേപോലെ തന്നെ OMR എക്സാമുകൾ വരെ അവൈലബിൾ ആണ്. ഇത്രയും ഫീച്ചറാണ് നമ്മളെ ക്രാഷ് ബാച്ചിലുള്ളത്. അപ്പൊ നോക്കിയേ, ഈ ക്രാഷ് ബാച്ചിൽ എങ്ങനെയാണ് ടൈം ടേബിൾ പോകുന്നത് നമുക്ക് സംശയം ഉണ്ടാവും. ടൈം ടേബിൾ എങ്ങനെയാ സെറ്റ് ചെയ്ത് വെച്ച് നോക്കിയേ. അപ്പൊ ടൈം ടേബിളിലേക്ക് പോകുമ്പോ എങ്ങനെയാ നോക്കൂ. Day 1, Day 2, Day 3, Day 4 4 ഡേ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. 4 ഡേയിലും Day 1ൽ നമ്മൾ ഇൻകം ടാക്സ് പഠിക്കുന്നു, Day 3ൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പഠിക്കുന്നു. അവിടെ ലൈവിന്റെ സമയം പറയുന്നുണ്ട്. ലൈവുകൾ നമുക്ക് മാക്സിമം എപ്പോഴും തന്നെയായിരിക്കും, രാത്രി തന്നെയായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഓക്കെ, അവിടെ നമ്മൾ ടൈം പറഞ്ഞിട്ടുണ്ട് 1.5 മണിക്കൂർ. നമ്മളെ ബാദുഷ സാറാണ് ഇൻകം ടാക്സ് എടുക്കുന്നത്, അതേപോലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ദീപക് സാറാണ്. അതിനൊക്കെ ഓരോരോ ലൈവ് സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള എന്തുണ്ട്, എക്സാമിനേഷൻ ഉണ്ട് അല്ലെ. കഴിഞ്ഞില്ല, ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നോക്കൂ. യൂണിറ്റ് 7 അവിടെ എടുക്കുന്നുണ്ട്, യൂണിറ്റ് 10 അവിടെ എടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള എക്സാമിനേഷൻ നടക്കുന്നുണ്ട്, ലൈവിന്റെ സമയം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഏരിയ കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ആ ഏരിയ മൊത്തമായിട്ടും റിവിഷൻ അവിടെ നടക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം ഈ ഒരു സമയം കൊണ്ട് ചിലപ്പോൾ തീർന്നില്ല എങ്കിൽ ആ ഒരു ഏരിയ, നമ്മൾ ഒഴിവാക്കിപ്പെട്ട ഏരിയ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിവിഷൻ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ ഏരിയ നമ്മൾ ഇത്ര ദിവസം കൊണ്ട് Day 13, 14, 15 ഇങ്ങനെ 25 ദിവസം കൊണ്ട് പ്രോപ്പർ ആയിട്ട് നമ്മള് ലൈവ് സെഷനോട് കൂടിയാണ് എന്ത് കവർ ചെയ്യുന്നത്, ഈ ഒരു സിലബസ് മൊത്തമായിട്ട് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു ക്രാഷ് ബാച്ചിന്റെ അഡ്മിഷൻ നമ്മളെ CCയിൽ ആരംഭിച്ചിട്ടുണ്ട്.
അപ്പോ നമ്മുടെ ഈ പുതിയ ക്രാഷ് ബാച്ചിൽ എന്തൊക്കെയാണ് പ്രത്യേകത? 25 ദിവസം അല്ലെ? എത്രയാണ്? 25 ദിവസമാണുള്ളത്. 1.5 മണിക്കൂർ വീതമുള്ള ലൈവ് ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ ബോർഡ് നമ്പർ 89 21 44 05 80 എന്നീ ബോർഡ് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ, അതായത് ഒരു റിവിഷൻ എന്ന രീതിയിലും അല്ലെങ്കിൽ എന്താണ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം എന്ന് വിചാരിക്കുന്നവരും അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ബാച്ചാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഇത്തരത്തിലുള്ള കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള മത്സര പരീക്ഷകളിൽ കുട്ടികളെ മുന്നോട്ട് നയിച്ച പ്രഗത്ഭരായ അധ്യാപകരാണ്. നമ്മൾ നേരത്തെ ടൈം ടേബിൾ കണ്ടു അല്ലെ? അതുകൊണ്ട് തന്നെ അവരാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു MCQ ലൈവ് സെഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ റിവിഷൻ ആയിട്ട് വേണ്ടവർക്ക്, അങ്ങനെ പഠിക്കണമെന്ന് വിചാരിക്കുന്നവർക്കാണ് പ്രോപ്പർ ആയിട്ട് MCQ ഡിസ്കസ് ചെയ്തുകൊണ്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും ഈ ഒരു പുതിയ നമ്മളെ ബാച്ച്, അതായത് നമ്മളെ ക്രാഷ് ബാച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്രാഷ് ബാച്ച് നമ്മൾ നെക്സ്റ്റ്, അതായത് അടുത്ത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 25 ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രാഷ് ബാച്ചിൽ നിങ്ങളെ അഡ്മിഷൻ നിങ്ങൾ രേഖപ്പെടുത്തുക. കാരണം റിവിഷൻ ആയിക്കോട്ടെ, റിവിഷൻ ആണെങ്കിൽ എന്താ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാവാം അല്ലെ? അത്ര MCQs നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നീടോ തുടങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ ഓക്കെ ശരി, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, ഓരോരോ മൊഡ്യൂളിന്റെയും ഇത്രയധികം MCQs ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ പഠിക്കാത്തവർക്കും പഠിച്ചവർക്കും റിവിഷൻ നടക്കുന്നവർക്കും എല്ലാം ഒരേപോലെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ച് ഹെൽപ്ഫുൾ ആവുന്നത്. അതുകൊണ്ട് തന്നെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒരിക്കലും മിസ്സാക്കരുത്. അവസാന വട്ടത്തെ പ്രിപ്പറേഷൻ ആണ്. ഇതാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മളെ ജൂനിയർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ ഫ്രീ ഗ്രൂപ്പ് താഴെ കൊടുക്കുന്നുണ്ട്. താഴെ അതിന്റെ ലിങ്ക് അവിടെ മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ 1 minute 1 PYQ എന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരുപാട് PYQs പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു റീൽസ് കാണുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ക്വസ്റ്റ്യൻ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇനി മറ്റു വല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ഫോം അവിടെ താഴെ പെൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ജൂനിയർ അക്കൗണ്ടിനായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയവും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. അപ്പൊ അവസാനഘട്ട പ്രിപ്പറേഷൻ ഒന്നുകൂടി ശക്തിപ്പെടുത്താനാണ് നമ്മളെ ക്രാഷ് ബാച്ച്. അപ്പൊ ഈ ഒരു ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനവട്ട പ്രിപ്പറേഷൻ ഒന്നുകൂടി ബൂസ്റ്റപ്പ് ചെയ്യാം. അപ്പോ ഇനി അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് കാണാം. ഇപ്പൊ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.